ശക്തമായ പോരാട്ടമാണ് ഇത്തവണ തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾക്ക് ഇത്തവണ വേദിയാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? രോഹിണി, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ തൃശൂർ മണ്ഡലത്തിലെ ഈ സ്ഥാനാർത്ഥികളെല്ലാം കൂടി എത്തിച്ചേരുന്ന കൊട്ടിക്കലാശം ആരംഭിക്കാൻ തന്നെ ഇരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയമടക്കം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. താരനിര തന്നെ, അതായത് സ്ഥാനാർത്ഥി നിര തന്നെ പരിശോധിച്ചാൽ അതിലൊരു താരനിര തന്നെ ഈ സ്ഥാനാർത്ഥികളിൽ കാണാൻ സാധിക്കും. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയാണ്. ഒപ്പം LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് VS സുനിൽകുമാറും UDFിൻ്റെ K മുരളീധരനും മത്സരിക്കുന്ന മണ്ഡലം വളരെയധികം കേരളത്തിൽ തന്നെ രാഷ്ട്രീയമായിട്ട് വളരെയധികം ചർച്ചയായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഏതായാലും മണ്ഡലത്തിലും ഈ കലാശക്കൊട്ടിലേക്ക് കൂടി കടക്കുകയാണ്. ഈ സമയത്തും ഈ സ്ഥാനാർത്ഥികളുടേതായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചേർത്തലയിൽ നിന്ന് സൈക്കിൾ ചവിട്ടി ഒരാൾ എത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് ഇന്ന് കലാശക്കൊട്ട് നടക്കുമ്പോൾ ഈ കലാശക്കൊട്ടിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഒരാൾ ഈ ചേർത്തലയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ചേട്ടാ, എന്താണ് പേര്? എൻ്റെ പേര് അജിത് ചേർത്തല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുരേഷ് ഗോപിക്ക് പ്രചാരണത്തിനായിട്ട് സൈക്കിൾ ചവിട്ടി ചേർത്തലയിൽ നിന്ന് വരാൻ? എനിക്ക് ആ മനുഷ്യന് അത്രയ്ക്ക് ഇഷ്ടമാണ്. തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചിരിക്കും. തൃശ്ശൂരിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം നന്മകൾ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. തൃശ്ശൂരിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ വന്നു. അത് ഭംഗിയായി ആ കാര്യങ്ങൾ സഫലീകരിക്കും. സുരേഷ് ഗോപി ചെയ്ത നന്മ, ആ പ്രവർത്തനം, അങ്ങനെയൊക്കെ ചേട്ടന് നേരിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇല്ല, എൻ്റെ കൂട്ടുകാർ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അവർ പറയുന്നത് നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അത് ജാതിമത രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാവർക്കും. അദ്ദേഹം ഇവിടുന്ന് ജയിച്ച് തോറ്റുപോയിട്ടും കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. ഇനിയും ഉണ്ടാകും. പക്ഷേ അദ്ദേഹം ഇവിടെ ജയിച്ച് ഇവിടെ ഓരോ പ്രവർത്തനത്തിനും ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇത്ര സമയം പോലും കണ്ടിട്ടില്ല. കലാശക്കൊട്ടിനും കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പ്രാർത്ഥിക്കാം. എപ്പോൾ പുറപ്പെട്ടതാ ചേർത്തല? ഇന്നലെ രാവിലെ 7 മണിയായപ്പോൾ ഞാൻ പോന്നു. 12 മണിയായപ്പോൾ ആലുവയിൽ വന്ന് അവിടെ സ്റ്റേ ചെയ്ത് വെയിലൊക്കെ താറി 4 മണിക്ക് അവിടെ നിന്ന് പോന്ന് ഇവിടെ 7 മണിയായപ്പോൾ വന്നു. ഈ പോസ്റ്ററുകളൊക്കെ കെട്ടിവെച്ച് തന്നെയാണോ അവിടെ നിന്ന് ഇറങ്ങിയത്? അവിടുന്ന് അത് അവിടുന്ന് തന്നെ ഇറങ്ങിയതാ. ഒറ്റയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒറ്റയാൾ പ്രചാരണം. ആരോഹിണി, ഈ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടമായി അദ്ദേഹം ചേർത്തലയിൽ നിന്ന് തൃശ്ശൂർ വരെ സൈക്കിൾ ചവിട്ടി വന്നിരിക്കുകയാണ്. ഏതായാലും ഈ പരസ്യ പ്രചാരണങ്ങളുടെ അവസാന ഘട്ടത്തിൽ ഇപ്പോഴും ഇത്തരത്തിൽ ആളുകൾ, അതായത് സുരേഷ് ഗോപിക്ക് പിന്തുണയായിട്ട് നാട്ടുകാരായിട്ടുള്ള സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച തന്നെ കാണുന്നുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് അവരെല്ലാം തന്നെ ഈ പരസ്യ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവസാനവട്ട ഈ വീടുകൾ കയറിയിറങ്ങുകയും ആളുകളെ കാണുന്നതുമായിട്ടുള്ള തിരക്കിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്വരാജ് റൗണ്ടിൽ വെച്ചാണ് ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ കലാശക്കൊട്ട് നടക്കുക. സ്വരാജ് റൗണ്ടിലുള്ള വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കലാശക്കൊട്ടിലിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകടനം അത് പിന്നീട് സ്വരാജ് റൗണ്ടിൽ തെക്കേ ഗോപുര നടക്ക് മുന്നിലായിട്ട് വന്ന് അവസാനിക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തും.